107 സങ്കീർത്തനമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. हमने भजन संहिता 107 पढ़ा है. ദൈവത്താൽ വിടുതൽ പ്രാപിച്ചവർ അങ്ങനെ പറയട്ടെ. ഹല്ലേലൂയ. यहोवा से छुड़ाया पाए हुए इस प्रकार कहें. വൈരിയുടെ കയ്യിൽ നിന്ന്, ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ, जो शत्रु के हाथों से छुटकारा पाया है, അവർ പറയട്ടെ. वो इस प्रकार कहे. അങ്ങനെയാണ് ആ വചനം, അതിന്റെ ട്രാൻസ്ലേഷൻ അങ്ങനെയാണ്. उसका ट्रांसलेशन इस प्रकार है, അവർ അങ്ങനെ പറയട്ടെ. वो इस प्रकार कहे. 107 സങ്കീർത്തനം 3 വാക്യത്തിൽ മലയാളത്തിൽ പറയുന്നു, അവർ അങ്ങനെ പറയട്ടെ. कि 107:3 में इस प्रकार मलयालम में कहते हो इस प्रकार कहे. ഹല്ലേലൂയ. आमेन. ദൈവത്താൽ വിടുവിക്കപ്പെട്ടവർ, जो परमेश्वर से छुड़ाया गया है, അവർ അങ്ങനെ പറയട്ടെ. आमेन आमेन, वो इस प्रकार कहे. ഇംഗ്ലീഷിൽ 1-2 ട്രാൻസ്ലേഷൻ അതൊന്ന് ശ്രദ്ധിക്കുകയാണ് നമ്മൾ. अंग्रेजी में 1-2 ट्रांसलेशन हम ध्यान देंगे. സ്പെഷ്യലി ഇംഗ്ലീഷിലെ NIVയുടെ ഒരു ട്രാൻസ്ലേഷൻ, खास तौर पे NIV का जो ट्रांसलेशन, ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്. उस ट्रांसलेशन इस प्रकार Let है. the redeemed of the Lord tell their story. Hallelujah. आमेन. जो छुड़ाए हुए लोग अपनी कहानी कहें, Let them tell their story. वो अपनी कहानी बताए, അവരവരുടെ കഥ പറയട്ടെന്ന്. वो अपनी कहानी बताए. വിടുതൽ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ अगर तू छुटकारा पाया हुआ व्यक्ति നീ है, നിന്റെ കഥ പറയണം. आमेन आमेन, तो तुझे तेरी कहानी കഥ बताना है. പറയാൻ എത്ര പേർക്കറിയാം? कितने लोगों को कहानी बताने आता ഹലോ, है? കഥ നമുക്ക് വിരസമായിട്ടും പറയാം, കഥ മനോഹരമായിട്ടും പറയാം. कहानी हम बोरिंग से भी बता सकते हैं और एकदम खूबसूरती से भी बता सकता है. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് അത് തന്നെ ഒരു കലയാണ് അല്ലേ? कि ഹല്ലേലൂയ. कहानी बताना भी एक कला है. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, यहाँ भजन संहिता में कहता है, ശത്രുവിന്റെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ച കഥ നീ പറയണം. हमें कि तेरी शत्रु के हाथों से परमेश्वर ने जो तुझे छुड़ाया है उसकी तू कहानी बता. 7 സങ്കീർത്തനത്തിൽ ദൈവം വിടുവിച്ച കഥ പറഞ്ഞിരിക്കുകയാണ്. कि 107 में भगवान परमेश्वर ने छुड़ाया हुआ कहानी बता रहा है. മറ്റൊരു ട്രാൻസ്ലേഷൻ പറയുന്നത്, दूसरा एक ट्रांसलेशन कहता है, NLT എന്ന് പറയുന്ന वो ട്രാൻസ്ലേഷൻ, NLT है. ഹല്ലേലൂയ. Has the Lord redeemed you? നിന്നെ ദൈവം വിടുവിച്ചിട്ടുണ്ടോ? क्या ക്വസ്റ്റ്യൻ. वो एक सवाल है, क्या परमेश्वर ने तुझे छुड़ाया है? Lord redeemed you. क्या परमेश्वर ने तुझे छुड़ाया है? ഞാൻ ആ ചോദ്യം നിങ്ങളോട് ഈ പകൽക്കാലം ചോദിക്കുക. मैं तुमसे वो सवाल आज पूछता हूँ, ദൈവം വിടുവിച്ചിട്ടുണ്ടോ? क्या तुम्हें परमेश्वर ने छुड़ाया है? എന്നിട്ട് പറയുക, then speak out. hallelujah. अगर ऐसे है तो बोलो. ദൈവം വിടുവിച്ചിട്ടുണ്ടോ? परमेश्वर छुड़ाया है then speak out. तो फिर बोलो, മിണ്ടാതിരിക്കരുത്. फिर चुपचाप मत बैठो, tell your story. आपकी कहानी बताओ. ഹലോ, കർത്താവ് നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, अगर परमेश्वर ने तुझे आशीषित किया है, ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ കർത്താവിന്റെ അനുഗ്രഹം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, अगर जीवन की कठिनाइयों के go बीच में and परमेश्वर की speak it out. hallelujah. परमेश्वर के छुटकारा तुझे मिला है तो Shout. बाहर जाके बातें करो, shout it from the rooftop. कि छत पे जाके चिल्लाओ, सबको सुनने दीजिए. എല്ലാരും കേക്കട്ടെ. say this is my story. बोलो ये मेरी कहानी है. hallelujah. 107 സങ്കീർത്തനത്തിൽ അങ്ങനെയുള്ള ചില കഥകളാ പറയുന്നത്. कि भजन संहिता 107 में उस प्रकार की कहानी बताता है, അങ്ങനെയുള്ള ചില കഥകൾ, उस प्रकार की कुछ कहानियां, ദൈവം വിടുവിച്ചതിന്റെ കഥകളാ कि പറയുന്നത്. परमेश्वर ने छुड़ाया हुआ की कहानी. ദൈവം വിടുവിച്ചതിന്റെ കഥകൾ പറഞ്ഞിട്ട് परमेश्वर छुड़ाया उसकी कहानी कह के അവര് പറയുക, वो कहते हैं, ഹല്ലേലൂയ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? കർത്താവിനെ മഹത്വപ്പെടുത്തണം. इसके हमें क्या करना है? परमेश्वर की महिमा कराना है. ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റൻസുകൾ അവിടെ കാണുന്നുണ്ട്. एक से ज्यादा घटना वहां देखता है. പ്രത്യേകിച്ചും खास तौर पे ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ पहले जब आयत पढ़ते हैं അവിടെ പറയുന്നത്, वहां कहते हैं, ഹല്ലേലൂയ, വിവിധ ദേശങ്ങളിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ വിടുവിച്ചു മടക്കി കൊണ്ടുവന്നു എന്നാണ്. अलग अलग देशों से परमेश्वर ने अपने लोगों को छुड़ा के ले आया. ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച്, शत्रु के हाथों से छुड़ाया. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും ദൈവം തന്റെ ജനത്തെ മടക്കി കൊണ്ടുവന്നു. पूर्व पश्चिम उत्तर और दक्षिण से परमेश्वर ने अपने लोगों को ले आया. ദേശങ്ങളിൽ നിന്ന് ദൈവം അവരെ മടക്കി കൊണ്ടുവന്നു. देशों से परमेश्वर ने लौटा के लाया. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കഥ പറ. इसके लिए तुम अपनी कहानी बताओ. എന്താ കഥയെന്ന് അറിയാമോ? क्या है कहानी? നിങ്ങളായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് कि तुम जिस अवस्था में तो उस अवस्था में से ദൈവം നിങ്ങളെ എങ്ങനെയാണ് വിടുവിച്ചത്? कि परमेश्वर ने तुम्हें किस प्रकार छुड़ाया है. Tell that story. वो उस कहानी को बताओ, Speak it out. उसको बोलो. ഹലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ നാം യെശയ്യാവ് 60 അധ്യായത്തിൽ കുറെ കാര്യങ്ങൾ കേട്ടിരുന്നു. कि पिछले दिनों यशायाह 60 से हमने काफी सारी नई बातें परमेश्वर की आत्मा ने सिखाया. യെശയ്യാവ് 60 അധ്യായത്തിൽ പറയുന്നത്, यशायाह 60 में कहता है ഓ യഹോവ നിന്റെ മേൽ പ്രകാശിച്ചിരിക്കുന്നു. कि परमेश्वर तेरे पे प्रकाशित हुआ है, ഹല്ലേലൂയ, അതുകൊണ്ട് നീ എഴുന്നേൽക്ക. इसके लिए तू उठ.
അതുകൊണ്ട് നീ എഴുന്നേറ്റ് പ്രകാശിക്കുക. इसके लिए तू उठ के നീ प्रकाशित हो, പ്രകാശത്തിന് വേണ്ടി നിലവിളിച്ചു കഴിഞ്ഞ നാളുകളുണ്ട്. कि तू निराशा में पुकारा हुआ दिन है. Now your light has come. अब तेरी प्रकाश आया है, Now your time has come. अब तेरी समय आया है. The light, glory of God is going to shine upon you. परमेश्वर की महिमा तुझ पे चमकने वाला है. ऐसे कहने के बाद में आगे क्या लिखा है मालूम है? അത് പറഞ്ഞിട്ട് മുന്നോട്ട് എന്തു जहां എഴുതിയിരിക്കുന്നത്? जहां तुम तितर फितर हो गया, എവിടെല്ലാം നീ തിദ്രി പറഞ്ഞു പോയോ, मैं तुम्हें तेरे बच्चों को हर जगह से वापस उठा के लाने वाला है. ആമേൻ ആമേൻ. ഞാൻ നിന്നെ നിന്റെ മക്കളെ അവിടുന്നെല്ലാം മടക്കി Today കൊണ്ടുവരും. morning Holy Spirit is Amen. guiding me to say, आज सुबह परमेश्वर की आत्मा मुझे अगुवाई देते इस प्रकार कहने के लिए, wherever you got scattered, जहां भी तू चित्तर बितर हुआ है, wherever your family got scattered, जहां भी तेरी परिवार तितर बितर हुआ है, wherever scattered situations are there in your life, जो भी तितर बितर के अनुभव है तेरे God जीवन is में, ready to bring them back. आमीन. प्रभु उस सब में से तुझे लौटा के लाएगा. हालेलुया. हर दिशा से, हर हालेलुया देश से प्रभु सबको वापस लाने के लिए तैयार है. എല്ലാ ദേശത്തിനും ദൈവം അവരെ മടക്കി കൊണ്ടുവരും. हालेलुया. आमीन आमीन. एशिया को प्रभु ने क्या कहा मालूम है? യശയ്യായുടെ ദൈവം എന്തോ പറഞ്ഞത്? 60वां अध्याय में യശയ്യ 60 उधर कहा मैंने वापस लौटा के लाने वाला है. ഞാൻ മടക്കി കൊണ്ടുവരും. അങ്ങനെ തിരിച്ചു വന്നവരുടെ സ്റ്റോറിയാ 107 സങ്കീർത്തനക്കാരൻ പറയുന്നത്. ऐसे जो लौट के आए उसकी कहानी है भजन संहिता 107 में कहता है. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, आज पवित्र आत्मा हमसे कहता है, നിങ്ങളൊരു എക്സൈൽ കൈൻഡ് ഓഫ് സിറ്റുവേഷനിലൂടെ ആയിരിക്കും ഇപ്പോൾ പോകുന്നത്. हो सकते हम एक गुलामी की अवस्था से इस ഒരു പ്രവാസം, ഒരു ബന്ധുവായുടെ അവസ്ഥയിലൂടെ ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ പോകുന്നത്. हो सकते हम एक बंधुआई की अवस्था से गुजर रहे हैं. പക്ഷേ ദൈവം നിങ്ങളെ മടക്കി കൊണ്ടുവരാൻ വിശ്വസ്തനാണ്. आमीन आमीन. लेकिन परमेश्वर हमें लौटा के लाने के लिए विश्वास योग्य. आमीन നിങ്ങളുടെ അവകാശങ്ങളിലേക്ക് ദൈവം നിങ്ങളെ आमीन മടക്കി आमीन കൊണ്ടുവരാൻ आमीन തയ്യാറാണ്. आमीन. हमारे हक में वो परमेश्वर हमें लौटा के लाएगा. ഇസ്രായേൽ മക്കളെ പിടിച്ചുകൊണ്ട് പോയതാ ഇവിടുന്ന് കേട്ടോ. कि इस्राएल के लोगों को यहाँ से पकड़ के ले गया അവർക്ക് था, അതിനകത്ത് സന്തോഷമൊന്നും ഇല്ലായിരുന്നു. उसमें उन्हें आनंद नहीं था. അവരെ അസീറിയയിലേക്ക് പിടിച്ചുകൊണ്ട് പോയപ്പോൾ, उन्हें असीरिया में जब ले गया, അവരെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് उन्हें जब പോയപ്പോൾ बाबिलोन में ले गया, അവർക്ക് വലിയ സങ്കടമായിരുന്നു. उन्हें बहुत दुख था. കാരണം അവരുടെ അവകാശത്തിൽ നിന്ന് അവരെ പിടിച്ചുകൊണ്ട് പോയത്. क्योंकि उनका जो हक है उसमें से उन्हें ले गया था. Can somebody say hallelujah? क्या कोई कह सकता है? എന്റെ അവകാശത്തിൽ നിന്ന് എന്നെ പിടിച്ചുകൊണ്ട് आमीन പോയിരിക്കുന്നു. आमीन. मेरे हक से मुझे ले गया है. आमीन. ദൈവ പൈതൽ എന്ന നിലയിൽ, एक परमेश्वर का बच्चे के as a हिसाब child से, of God, एक परमेश्वर के बच्चे के तरह से, നിങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട് कि കേട്ടോ. तुम्हें कुछ हक है. നിങ്ങൾക്ക് आमीन. ചില അവകാശങ്ങളുണ്ട്. हमें कुछ हक നിന്റെ है. അവകാശത്തിൽ നിന്ന്, मेरे हक से, in another terms, दूसरे तरीके से നിന്റെ ബ്ലെസ്സിങ്ങിൽ നിന്ന് तेरी आशीष में से, ശത്രു നിന്നെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, कि जब शत्रु तुझे उठा के ले നിന്റെ जाता है, അവകാശം നിനക്ക് അന്യമായി തീരുമ്പോൾ, जब तेरा हक तुझे पराया लगता है, അവകാശത്തിൽ നിന്നെ പിടിച്ചു മാറ്റുമ്പോൾ, जब तेरे हक से तुझे दूर करता है, ഹലോ, നിങ്ങളുടെ ആരുടെയെങ്കിലും അവകാശം നിങ്ങൾ അനുഭവിക്കേണ്ട നന്മ നിങ്ങൾ അനുഭവിക്കാതെ ശത്രു അതിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, कोई भी है क्या जो तुम्हारे भलाई जो तुम अनुभव करने के उससे शत्रु तुम्हें दूर ले गया है? ഹലോ, ഈ വചനം നിങ്ങളോട് സംസാരിക്കും. ये वचन तुमसे बातें करता है മക്കൾക്ക് ദൈവം തന്ന അവകാശങ്ങളുണ്ട്. कि परमेश्वर के बच्चों को परमेश्वर दिया हुआ हक है. കുടുംബത്തിന്റെ സന്തോഷമൊക്കെ ദൈവം തരുന്ന അവകാശമാണ്. कुटुंब का आनंद परमेश्वर देने वाला ये हक है. മക്കൾ യഹോവ തരുന്ന ദാനമാണ്. कि बच्चे परमेश्वर का दान है. അങ്ങനെ ഒരു ദൈവവേദലിന് കൊടുത്തിട്ടുള്ള ഒത്തിരി അവകാശങ്ങളുണ്ട്. ऐसे परमेश्वर के बच्चे को दिया बहुत सारे हक है. നിന്റെ അവകാശം നിനക്ക് കിട്ടാതെ, जब तेरा हक जब तुझे नहीं मिलता, നിന്റെ നന്മകൾ നീ അനുഭവിക്കുവാൻ കഴിയാതെ, तेरी भलाई जब तुझे नहीं मिलता, നിന്നെ പ്രവാസത്തിലേക്ക് നിന്റെ അവകാശ ഭൂമിയിൽ നിന്ന് നിന്നെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, तुझे बंदी गृह में लेके जाते तेरे हक से, ഈ പകൽക്കാലം പരിശുദ്ധാത്മാ പറയുക, आज के दिन पवित्र आत्मा कहता है, നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പോകുക. आमीन आमीन आमीन. मैं तुझे लौटा के लाने वाला हूँ. പോയെടുത്തുന്ന്, आमीन. जहाँ तू तितर बितर हुआ है, wherever you got scattered in your जहाँ life, भी तू तितर बितर हुआ है, I'm going to bring my people आमीन back. आमीन आमीन. मैं मेरे प्रजा को ले आऊंगा, ഞാൻ എടുത്തുകൊണ്ട് വരാൻ പോകുക അവരെ. मैं उठा के लाने वाला. യെശയ്യാ आमीन. 60 അതാണ് പറയുന്നത്. यशायाह 60 में वो कहता है, ജനത്തിന്റെ സ്ഥിതിയെ ഞാൻ മാറ്റാൻ പോകുകയാണ്. मैं तेरी अवस्था को हटाने वाला है. ഹല്ലേലൂയ. അക്കടമേ പ്രിയമുള്ളവരെ, ഇവർക്ക് അതിനുള്ള ശക്തിയില്ലായിരുന്നു. देखो उन्हें उसकी बल नहीं था, ഒരിക്കലും അത് പോസിബിൾ ആയിരുന്നില്ല. उनसे वो संभव नहीं था. അതിനുള്ള കരുത്തോ അതിനുള്ള പവർ ഒന്നും ഇവർക്കില്ല. उसके लिए जो ताकत चाहिए, धैर्य चाहिए, वो उनमें नहीं था. അതിനുള്ള ബുദ്ധി ഇവർക്കില്ല. उसके लिए जो बुद्धि चाहिए वो उन्हें नहीं था. പക്ഷെ കർത്താവ് പറയുക, लेकिन परमेश्वर कहता है, നിങ്ങളുടെ ബുദ്ധി കൊണ്ടല്ല അത് സംഭവിക്കുന്നത്. तुम्हारे बुद्धि से नहीं होने वाला है. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ പോകും. परमेश्वर तुम्हारे लिए वो करेगा. आमीन. നമ്മുടെ ബുദ്ധി കൊണ്ട് നാം പ്രവർത്തിച്ചാൽ നാം പരാജയപ്പെടും. जब हम अपनी बुद्धि से कार्य करते हैं हम पराजित होता है. ലിസൺ മീ. ध्यान से सुनिए.
നിങ്ങളുടെ വഴിയെ നിങ്ങൾ പ്ലാൻ ചെയ്താൽ अगर हम अपने रास्ते को पद्धति बनाएगा നിങ്ങൾ പരാജയപ്പെടും. हम पराजित होगा. അതിനുള്ള നിങ്ങളുടെ വഴിയെ പ്ലാൻ ചെയ്യാനുള്ള ബുദ്ധിയൊന്നും നിങ്ങൾക്കില്ല. हमें अपना मार्ग पद्धति बनाने का बुद्धि नहीं है. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ നടക്കാൻ തുടങ്ങിയ यदि हम स्वर्ग के परमेश्वर के पद्धति में चलना शुरू करें, ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. आमीन आमीन आमीन, परमेश्वर हमारे जीवन को आशीषित करेगा. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ ബുദ്ധി കൊണ്ടല്ല നമ്മുടെ മുട്ടയിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തു വന്നത്. हमारे बुद्धि से नहीं, अंडे में से बच्चे बाहर आए हमारे. പക്ഷി മുട്ട ഇട്ടിട്ട് അങ്ങ് പോകും. ऑस्ट्रिच जो है बोलते हैं ना कि बैदा डाल के निकल जाता है, അതങ്ങ് പോകും. वो चले जाता है, അത് പിന്നെ അതിനെ കുറിച്ച് കെയർ ചെയ്യത്തു പോലുമില്ല. फिर उसके बारे में सोचता भी नहीं है. പക്ഷെ മുട്ട വിരിയുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. लेकिन जब अंडे में से बच्चा आता है, स्वर्ग की परमेश्वर की पद्धति है. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, मुझे सुनने वालों, ഒട്ടകപ്പക്ഷി ചൂട് കൊടുത്തിട്ടില്ല മുട്ട വിരിഞ്ഞത്. शत्रुमुर्ग है, वो अपनी गर्मी देख के नहीं उसमें से बच्चे आया. പിന്നെ എങ്ങനെയാ മുട്ട വിരിഞ്ഞെന്നറിയാമോ? वो फिर बच्चे कैसे आए? കെയർ കൊടുത്തിട്ടല്ല. वो उसने ध्यान देख के नहीं. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് आयुब की किताब में कहते हैं അതിനുള്ള ബുദ്ധിയൊന്നും അതിനില്ല. उसके लिए उतना बुद्धि नहीं है. എനിക്ക് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല കേട്ടോ. मुझे उसके लिए बुद्धि नहीं है. എന്റെ സ്വപ്നങ്ങളെ എന്റെ വാഗ്ദത്തങ്ങളെ വിരിയിച്ച് പുറത്തു आमीन കൊണ്ടുവരാനുള്ള ബുദ്ധിയൊന്നും आमीन എനിക്കില്ല. आमीन. मेरे सपनों को, मेरे वादाओं को बाहर लेके आने का बुद्धि मुझे नहीं है. ഓരോരുത്തരും പറഞ്ഞു, കർത്താവ് എനിക്ക് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. हम सभी लोग मुंह खोल के बोले, प्रभु मुझे उसके लिए बुद्धि नहीं है. എന്റെ ജീവിതത്തെ പണിയാനുള്ള ബുദ്ധി എനിക്കില്ല. मुझे मेरा जीवन बनाने का बुद्धि नहीं है. ഹല്ലേലൂയ. हालेलुया. ഞാൻ പണിയാൻ ശ്രമിക്കുന്തോറും അത് यस यस പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. यस, आमीन आमीन. परमेश्वर में जितना उसे बनाना चाहता है उतना वो टूटते जा रहा है. പക്ഷേ ഈ മുട്ട വിരിഞ്ഞ എന്റെ റിസൾട്ട് പുറത്തു വരണമെങ്കിൽ, लेकिन इस अंडे को अगर में से अगर रिजल्ट बाहर आना है तो, അനുഗ്രഹം പുറത്തു വരണമെങ്കിൽ एक आशीष बाहर आना है तो, ഒട്ടകപ്പക്ഷിക്ക് ബുദ്ധിയില്ല. कि शत्रुमुर्ग को बुद्धि नहीं है, അവൻ അതിനെ കുറിച്ച് വിചാരമില്ല. उसको उसके बारे में विचार नहीं है. പക്ഷേ വചനം എന്താ പറയുന്നതെന്ന് അറിയാമോ? लेकिन वचन क्या कहते हैं? ഹല്ലേലൂയ. മണൽ അതിന് ചൂട് കൊടുക്കും. कि मिट्टी उसे गर्मी देगा. ഹല്ലേലൂയ. മരുഭൂമിയിലെ മണലിലാണ് ഈ ഒട്ടകപ്പക്ഷി മുട്ടയിടുന്നത്. कि रेगिस्तान में वो अपने बैदे डालता है. മണൽ അതിന് ചൂട് കൊടുക്കും. कि मिट्टी उन्हें उसे गर्मी സൂര്യന്റെ देगा. ചൂട് അങ്ങോട്ട് അടിക്കുമ്പോൾ जब सूरज का गर्मी आता है, ഈ മുട്ടയ്ക്കകത്ത് ചിലത് സംഭവിക്കുക. उस अंडे के अंदर कुछ होता है. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, आज मुझे सुनने वालों, നിന്റെ മുട്ടകൾ വിരിക്കാൻ നിനക്കറിയത്തില്ല. कि तेरे अंडे को आशीषित करना तुझे नहीं पता. യഹോവ നിന്റെ മേൽ ഉദിച്ചു आमीन കഴിയുമ്പോൾ, आमीन. जब परमेश्वर तुझ पे आएगा, അവന്റെ പ്രകാശം നിന്റെ മേൽ ഉദിച്ചു കഴിയുമ്പോൾ, उसका प्रकाश जब तुझ पे आएगा, നീതി സൂര്യൻ നിന്റെ മേൽ ഉദിച്ചു കഴിയുമ്പോൾ, कि धार्मिक का जब सूरज तुझ पे आएगा, നിന്നെ കൊണ്ട് പണിയാൻ പറ്റാത്ത നിന്റെ ജീവിതത്തെ സ്വർഗം പണിയുമെന്ന് आमीन आमीन. तुझसे जो बना नहीं पाए उस जीवन को स्वर्ग तेरे लिए बनाएगा. അവർ വിശ്വസിക്കുന്നു. कितने लोग विश्वास करते हैं? ചിലർ പറഞ്ഞിട്ട് എന്റെ ജീവിതത്തെ പണിയണമേ. आज कुछ लोग बोले मेरे जीवन को बनाना. Wherever I failed in my life, जहां भी मैं पराजित हुआ मेरे जीवन में, wherever I failed in my life, जहां भी मेरे जीवन में पराजित हुआ, hallelujah, wherever I tried and failed, जहां भी मैंने कोशिश करके पराजित हुआ, അവിടെ നീ എനിക്ക് വേണ്ടി പണിയണമേ. प्रभु वहां तू मेरे लिए कार्य करे. यस लॉर्ड, आमीन. ഹോശേയ 13:13 ഇന്നലെ രാത്രി നമ്മൾ കേട്ടതാണ്. ओशिया 13 कल रात को हमने सुना. ആ വചനം ഇങ്ങനെയാ പറയുന്നത്, वो वचन इस प्रकार कहता है, ഈ മകൻ, ഹല്ലേലൂയ, ഈ കുഞ്ഞ് ജനിക്കാറായിരിക്കുക. ये जो बच्चा है जन्म होने का समय हुआ है, പക്ഷെ ജനിക്കാനായ ഈ കുഞ്ഞിന് ബുദ്ധിയൊന്നുമില്ല. जन्म होने का इस बच्चे को बुद्धि नहीं है. പ്രസവദ്വാരത്തിൽ എത്തിയിട്ടും പുറത്തേക്ക് വരുവാനുള്ള ബുദ്ധി അവനില്ലെന്ന്. कि समय होने के बावजूद बाहर आने का बुद्धि उसे नहीं है. എന്ന് പറഞ്ഞ ഒട്ടകപ്പക്ഷിയുടെ മുട്ട വെളി വരാൻ അതിന് ബുദ്ധിയില്ലാത്തതുപോലെ जिस प्रकार शुतुरमुर्ग के बैदे में से बच्चा बाहर आने के लिए उसको बुद्धि നമ്മുടെ नहीं है, റിസൾട്ടിനെ ഡെലിവർ ചെയ്യാനുള്ള ബുദ്ധിയൊന്നും നമുക്കില്ല. हमारा रिजल्ट को डिलीवरी देने का बुद्धि हमें नहीं है. यस लॉर्ड. ഏതാ നല്ലതെന്ന് സെലക്ട് ചെയ്യാനുള്ള ബുദ്ധി നിനക്കില്ല കേട്ടോ. क्या अच्छा है चुनने का बुद्धि हमें नहीं है. അതുകൊണ്ടാണ് മലയാളം പാട്ടിൽ നമ്മൾ ഇങ്ങനെ പാടുന്നത്, इसके लिए मलयालम गीत में इस प्रकार हम गीत गाते हैं ഏത് ഗുണമെന്നറിവാൻ ഇല്ല ജ്ഞാനം എനിക്ക്. कि कौन सा गुणवान है जानने का बुद्धि नहीं है मुझ ഈ में. വഴിയാണോ നല്ലത്, ആ വഴിയാണോ ആമേൻ, നല്ലത് ആമേൻ. തിരഞ്ഞെടുക്കാൻ എനിക്കറിയത്തില്ല. ये मार्ग अच्छा है कि वो मार्ग अच्छा है चुनने का मुझे नहीं पता. എന്റെ ബുദ്ധി കൊണ്ട് തിരഞ്ഞെടുത്താൽ ഞാൻ പരാജയപ്പെടും. मैं अपनी बुद्धि से चुनेगा तो मैं पराजित होगा. കർത്താവേ, എനിക്ക് അതിനുള്ള ബുദ്ധിയില്ല. प्रभु मुझे उसका बुद्धि नहीं है. പ്രസവദ്വാരത്തിൽ എത്തി നിൽക്കുകയാ, कि डिलीवरी का समय हुआ है എന്നാൽ കുഞ്ഞ് വെളിയിലേക്ക് വരുന്നില്ല. लेकिन बच्चा बाहर नहीं आ रहा है. ഹല്ലേലൂയ. ഹോശേയ 13:13 പറയുകയാണ്, होशिया 13 में कहता है, ഹല്ലേലൂയ, ആ മകനെ പോലെയാണ് നിങ്ങൾ. उस बच्चे के समान है हम भी. നിങ്ങളുടെ ജീവിതത്തിന്റെ റിസൾട്ട് നിങ്ങളുടെ ശക്തി കൊണ്ടും നിങ്ങളുടെ കഴിവ് കൊണ്ടും നിങ്ങളുടെ ബുദ്ധി കൊണ്ടും പുറത്തു കൊണ്ടുവരുവാനുള്ള ബുദ്ധിയില്ലാത്തവർ, हमारा जो रिजल्ट है उसे बाहर लाने के लिए हमारी बुद्धि से, हमारी सामर्थ्य और हमारी ताकत से हम बाहर नहीं ला पाएगा. എനിക്ക്
നിനക്ക് ബുദ്ധിയില്ലാത്തപ്പോൾ, जब हमें और तुम्हें बुद्धि नहीं है, മുട്ട ഇട്ടിട്ട് ഉപേക്ഷിച്ചു പോകുന്ന ഒട്ടക പക്ഷിയെ പോലെ ബുദ്ധിശൂന്യരായി നാം ജീവിക്കുമ്പോൾ, पैदा डाल के चले जाना वाले शुतुरमुर्ग के जैसे हम जब जीते हैं। ഹല്ലേലൂയ. ഹോശേയ പറയുകയാണ്, होशिया कहता है നിനക്ക് ബുദ്ധിയില്ല, तुझे बुद्धि नहीं है, പക്ഷേ ഞാൻ നിന്നെ വിടുവിക്കാൻ പോകുകയാണ്. लेकिन मैं तुझे छुड़ाने वाला है। പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന്, आमीन। पाप की अधिकार से, ശത്രുവിന്റെ കയ്യിൽ നിന്ന് शत्रु के हाथों से ഞാൻ നിന്നെ വിടുവിക്കാൻ मैं तुझे പോകുകയാണ്. छुड़ाएगा। आमीन। അതുകൊണ്ടാണ് യെശയ്യാ 66 പറഞ്ഞത്. इसके लिए एशिया 66 में कहता है, क्या लिखा है मालूम है? അവിടെ എന്തോ എഴുതിയിരിക്കുന്നത്, പ്രസവ ദ്വാരത്തിലെത്തിയിട്ട് कि डिलीवरी का समय होने के बावजूद പ്രസവിക്കാതിരിക്കുമോ क्या बिना डिलीवरी के बैठेगा? എന്ന് പറഞ്ഞാൽ നിന്റെ റിസൾട്ട് വരാനുള്ള സമയമായെങ്കിൽ यदि तेरा रिजल्ट आने का समय हुआ, നിന്റെ ബുദ്ധി കൊണ്ട് നിനക്ക് വെളി വരാൻ അറിയത്തില്ല. तेरे बुद्धि से तू बाहर नहीं आ सकता, നിന്റെ റിസൾട്ടിനെ വെളി കൊണ്ടുവരുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. लेकिन तेरे रिजल्ट को बाहर लाने वाला परमेश्वर का एक कार्य है। आमीन। അനുഗ്രഹങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. तेरे आशीष को बाहर लाने वाला एक परमेश्वर का कार्य है। Can somebody say he's going to bring out my blessings? आप मुंह खोल के बोले, परमेश्वर मेरी आशीष को बाहर लाएगा। Is that because I'm wise enough to do that? मुझे उतनी बुद्धि नहीं है, मेरा बुद्धि का कारण से नहीं है. എന്റെ ബുദ്ധി കൊണ്ടല്ല, मेरा बुद्धि का कारण से बाहर आने के लिए मुझे जानता नहीं था. എന്റെ ബുദ്ധി കൊണ്ട് വെളിയിൽ വരാൻ എനിക്ക് അറിയത്തില്ല. लेकिन परमेश्वर का वचन कहते പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, पाताल का शक्ति से, പാതാളത്തിന്റെ ശക്തിയിൽ നിന്ന്, मृत्यु का शक्ति से, മൃത്യുവിന്റെ ശക്തിയിൽ നിന്ന്, शत्रु का सामर्थ्य से ശത്രുവിന്റെ സാമർത്ഥ്യത്തിൽ നിന്ന് मैं तुझे बचाने वाला है. ഞാൻ നിന്നെ രക്ഷിക്കും. ആമേൻ। From the scattered situations I'm going to bring back my children. कि और जो तितर बितर अवस्था में से मैं अपने बच्चों को लाऊंगा। तालियां बजाकर प्रभु को धन्यवाद दीजिए. കൈ കൊട്ടി ദൈവത്തിന് നന്ദി പറ। യഹോവ നിന്റെ മേൽ പ്രകാശിച്ചു കഴിയുമ്പോൾ जब परमेश्वर तुझ पे प्रकाशित होगा, നീ എഴുന്നേറ്റ് പ്രകാശിക്കാൻ പോകുകയാ. तू उठ के प्रकाशित होगा। നിന്റെ ഹല്ലേലൂയ ചിതറിപ്പോയ അനുഭവങ്ങൾ മടങ്ങി വരാൻ പോകുകയാ. तेरा तितर बितर हुआ अनुभव से तू लौट आएगा। ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ ചിതറിപ്പോയ അനുഭവമുണ്ടോ? तेरे जीवन में कोई भी मंडल है क्या जहां तू तितर बितर हुआ है? कितना लोग सुना എത്ര പേര് കേട്ടു? कि आपका जीवन का कोई भी मंडली में ऐसे तितर फितर हो गया अवस्था है क्या? നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ നമ്മൾ ചെതറിപ്പോയ അവസ്ഥകളുണ്ടോ? आज प्रभु का आत्मा कह रहे ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, तितर फितर हो गई अवस्थाओं को मैं वापस पुनर्स्थापना करना चाहता हूं. ചിതറിപ്പോയ അവസ്ഥയിൽ പിന്നെ അവൻ നമ്മളെ പണിയും. I want to bring back. Hallelujah. എനിക്ക് അവരെ കൊണ്ടുവരണം. യേശുവിന്റെ പ്രകാശം നിങ്ങളുടെ മേൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ जब यीशु का प्रकाशित हम जब पाओगे, നിങ്ങളുടെ ചിതറിയ സാഹചര്യങ്ങൾ മാറാൻ പോകുകയാ. हमारा तितर हुआ अनुभव में से हम बाहर കിഴക്ക് आएंगे। നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും ഒക്കെ മടങ്ങി വരാൻ പോകുകയാ. कि उत्तर दक्षिण पूर्व और पश्चिम से हम लौट आने वाले हैं। പ്രവാസത്തിൽ നിന്ന് അവകാശത്തിലേക്ക് മടങ്ങി വരാൻ പോകുകയാ. बंधुआई से हम अपने हक में लौट के आएगा। എല്ലാവരും പറഞ്ഞാട്ടെ, പ്രവാസത്തിൽ നിന്ന് हर एक जब मुंह खोल के बोले, बंधुआई से അവകാശത്തിലേക്ക്, मैं मेरे हक में, പ്രവാസത്തിൽ നിന്ന് मैं बंधुआई से എന്റെ അവകാശത്തിലേക്ക് मेरे हक में ഞാൻ മടങ്ങി വരാൻ പോകുകയാ. मैं लौट आने वाला है। मुंह खोल के बोलो, ആ തുടർന്ന് പറഞ്ഞാട്ടെ, मुंह खोल के बोलो, എനിക്കുള്ള അവകാശങ്ങൾ मेरा हक പിശാച് കൊണ്ടുപോയി ഞാൻ സമ്മതിക്കത്തില്ല. शैतान ले जाने में नहीं दूंगा। എന്റെ അവകാശം അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാ. आमीन 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 आमीन। मेरा हक आशीषित होगा। നിന്റെ കുടുംബം ദൈവം നിനക്ക് നൽകിയ അവകാശമാണ്. तेरा कुटुंब परमेश्वर ने दिया तेरा हक है। അതിൽ നിന്ന് ശത്രു നിന്നെ ദൂരെ കൊണ്ടുപോകുമ്പോൾ उसमें से जब शत्रु तुझे दूर ले जाता है, നിനക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുന്നത്? तू कैसे चुपचाप बैठ सकता How है? you can keep quiet? कैसे तू चुपचाप रह सकता है? ഹല്ലേലൂയ. ഇപ്പൊ കാലം പറഞ്ഞാട്ടെ, आज के दिन के हो, എന്റെ പ്രവാസത്തിൽ നിന്നും मेरे बंधुआई से ഞാൻ എന്റെ അവകാശത്തിലേക്ക് മടങ്ങി വരികയാണ്. आमीन आमीन आमीन। मैं मेरे हक में लौट आ रहा हूँ। നിന്റെ മക്കൾ तेरा बच्चे ദൈവം നിനക്ക് തന്ന അവകാശമാ. तुझे दिया हुआ हक है। നിന്റെ മക്കൾ നിനക്ക് അനുഗ്രഹമായി മാറുന്നില്ലെങ്കിൽ अगर तेरे बच्चे तुझे आशीषित नहीं होता है, പകൽക്കാലം നീ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചാട്ട് आज के दिन तू पकड़ के रखे प्रार्थना कर। പറഞ്ഞാട്ട് എന്റെ കുഞ്ഞുങ്ങൾ എന്റെ അവകാശമാ. मुंह खोल के बोलो, मेरे बच्चे मेरा हक है। യേശുവിന്റെ നാമത്തിൽ यीशु के नाम से അവകാശത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാ. मेरे हक में मैं लौट आ रहा हूं। आमीन। നിങ്ങളുടെ അനുഗ്രഹങ്ങളൊക്കെ तुम्हारा सारे आशीष है, ഒത്തിരി യുദ്ധം ചെയ്ത് കിട്ടിയതാണ്. हमें बहुत सारे युद्ध करके मिला है। സംശയമുണ്ടോ?
शक है क्या? എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ അനുഭവത്തിൽ പറയാം, എനിക്ക് ഒരു അനുഗ്രഹവുമില്ല യുദ്ധം ചെയ്യാതെ കിട്ടിയത്. पासवान अपने व्यक्तिगत तौर से अपने अनुभव से कहते हैं उन्हें जो भी आशीष मिला है वो सारा आशीष को युद्ध करके लिया है. പ്രാർത്ഥിച്ച് കിട്ടിയ അനുഭവങ്ങളുണ്ട് അല്ലേ? बहुत प्रार्थना के बाद मिला है. എത്ര പേർ കേൾക്കുന്നുണ്ട് ഞാൻ कितने लोग सुन रहा है? നിങ്ങൾ പറഞ്ഞാട്ട് എന്റെ അവകാശങ്ങൾ, तो आज मुंह खोल के बोलो मेरा हक ഇത് ഒത്തിരി യുദ്ധം ചെയ്ത് കിട്ടിയതാ, ये बहुत युद्ध करके मिला. आमीन. यस लॉर्ड. ഒത്തിരി പ്രാർത്ഥിച്ച് ये കിട്ടിയതാ, बहुत प्रार्थना करके मिला है. आमीन. എനിക്ക് നഷ്ടപ്പെടുവാൻ ഞാൻ സമ്മതിക്കയില്ല. आमीन. आमीन. इसे नष्ट होने में नहीं दूंगा. आमीन. Hallelujah. हालेलुया. Turn to your neighbor and say, आपके पड़ोसी बेटों से कहो, brother, भाई, sister, बहन, നിന്റെ അവകാശങ്ങൾ तेरे हक നീ ഒത്തിരി പ്രാർത്ഥിച്ച് കിട്ടിയതാ, अजूबा जो बेटा उसको बोलो, उसको बोलो നഷ്ടപ്പെടുത്തരുത്. कि जो तेरा हक है जो प्रार्थना करके मिला है नष्ट मत करना. Turn to your neighbor and say, आपके पड़ोसी की ओर मुड़ के बोलो, നിന്റെ അവകാശങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ച് കിട്ടിയതാ, तेरा हक बहुत प्रार्थना करके do मिला not है allow devil to steal your blessings. कि शत्रु को उसे चोरी करने मत दे. Hallelujah. हालेलुया. എക്സൈൽ പ്രവാസത്തിൽ നിന്ന് അവകാശത്തിലേക്ക് ഒരു മടങ്ങി വരും. बंधुआई से हक की ओर लौट के आना. ഇവിടെ കർത്താവിന്റെ ആത്മാവ് പറയുക, यह परमेश्वर की आत्मा कहता है, ഞാനത് ചെയ്യാൻ പോകുക. आमीन. आमीन. मैं ये करने वाला है. തനിയെ മടങ്ങി വരാനുള്ള കഴിവൊന്നുമില്ല. तुम अपने आप लौट नहीं आ കിഴക്ക് सकता. നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും ചിതറിപ്പോയതിനെ ഞാൻ കൂട്ടിവരുത്താൻ പോകുക. उत्तर दक्षिण पश्चिम नॉर्थ से सारे जहां से जहाँ तितर बितर हुआ उनको मैं लौटा के അശൂർ लाऊंगा. പിടിച്ചുകൊണ്ടുപോയത് മടങ്ങി വരാൻ പോകുക. अशूर जो पकड़ के ले गया वो लौट के आने वाला. आमीन. ബാബിലോൺ പിടിച്ചുകൊണ്ടുപോയത് Amen. മടങ്ങി വരാൻ പോകുക. बाबुल ने जो पकड़ के ले गया आशीष है. And you are going to tell that story. और मैं उस कहानी को बताऊंगा. സഹോദരി, ഒരു ദിവസം നീ ഒരു കഥ പറയുമെന്ന്. बहन एक दिन तू एक कहानी बताएगा സഹോദരി, നിനക്ക് കഥ പറയാൻ ഒരു ദിവസമുണ്ട്. कि भाई तुझे गवाही देने का एक दिन है. ഇത് നീ ഒത്തിരി കഥ കേട്ടു, आज तू बहुत सारी कहानी सुना, നീ ഒത്തിരി പേരുടെ സാക്ഷ്യം കേട്ടു. तू बहुत सारे लोगों की गवाही सुना. One day you are going to share your story. आमीन. एक दिन तुम अपनी गवाही सुनाओगे. ഹലോ, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करते हैं? आमीन. നിങ്ങൾ വാതോർന്ന് പറഞ്ഞാട്ടെ, अब मुंह खोल के बोलो, ഒരു ദിവസം एक दिन मुंह ഞാൻ खोल के നിന്റെ बोलो, കഥ പറയും. मैं मेरी कहानी बताऊंगा. ഒരു मुंह ദിവസം खोल ഞാൻ के നിന്റെ बोलो, കഥ പറയും. एक दिन मैं अपनी कहानी बोलूंगा. ഹല്ലേലൂയ. हालेलुया. സ്വർഗ്ഗത്തിനെ മടക്കിക്കൊണ്ടുവരാൻ പോകുക. स्वर्ग तुझे लौटा के लाने वाला है. നഷ്ടപ്പെട്ട അവകാശത്തിലേക്ക് ചിലരെ സ്വർഗ്ഗം മടക്കിക്കൊണ്ടുവരാൻ പോകുക. जो नष्ट हुआ हक में परमेश्वर तुझे लौटा From the के bottom लाएगा. of your heart, तेरे हृदय की गहराई can से. you pray in that way? क्या तू इस प्रकार प्रार्थना ഓ, कर सकते? നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? क्या तू प्रार्थना कर सकते? കർത്താവേ, എന്റെ അവകാശം आमीन. आमीन. प्रभु मेरा हक. നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കത്തില്ല. आमीन. आमीन. उसे नष्ट होने में नहीं दूंगा. ഓ, ശത്രു കൊണ്ടുപോയതിനെ, जो शत्रु ले गया है, അശൂര് കൊണ്ടുപോയതിനെ, जो अशूर ले गया है, ഈജിപ്ഷ്യൻ അടിമത്തത്തിൽ കിടന്നതിനെ, जो गुलामी में था, മിസ്രയുടെ അടിമത്തത്തിൽ കിടന്നതിനെ, मिस्र में जो गुलामी में था, मिस्री का गुलामी में जो था, मिस्र में अड़मत्ती कड़ने अशूर जो पकड़ के लेके गया, अशूर पिടിച്ചോണ്ട് പോയതിനെ, बाबिलोन जो पकड़ के लेके गया, बाबिलोन പിടിച്ചോണ്ട് പോയതിനെ, आशीषों को എന്റെ അനുഗ്രഹങ്ങളെ मैं वापस मांग के प्रार्थना कर रहा हूं. मैं वापस मांग के प्रार्थना कर रहा हूं. ഞാൻ പിടിച്ചെടുത്ത് പ്രാർത്ഥിക്കുന്നു. I'm reclaiming it. मैं उसे फिर से क्लेम करता I'm हूँ. reclaiming it. मैं उसे फिर से क्लेम करता हूँ. ശത്രു കൊണ്ടുപോയതിനെ जो शत्रु ले गया है, നീ തിരിച്ച് ക്ലെയിം ചെയ്താട്ട്. तू फिर से हक मांगो. ഹലോ, ശത്രു കൊണ്ട് നീ തിരിച്ച് ക്ലെയിം ചെയ്താട്ട്. जो शत्रु ले गया उसे तू फिर से प्राप्त करो. നിന്റെ ജീവിതത്തിൽ നിന്റെ അവകാശങ്ങൾ മടങ്ങി വരുമെന്ന്. तेरे जीवन में तेरा हक लौट के आएगा. ശത്രുവിനെ അത് എന്നേക്കുമായിട്ട് അപഹരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. शत्रु उसे हमेशा के लिए पकड़ के नहीं ले जा അത് सकता. നിന്നിലേക്ക് തന്നെ മടങ്ങി വരുമെന്ന്. तुझ में लौट के आएगा. എത്രയോട് വിശ്വസിക്കുന്നുണ്ട്? आमीन. कितने लोग विश्वास करते हैं? എനിക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ, मुझे जो परमेश्वर ने दिया आशीष, എന്റെ അവകാശങ്ങൾ, मेरा हक, आमीन, അത് എന്നിലേക്ക് തന്നെ മടങ്ങി वो വരാൻ मुझ में लौट के आएगा. അതൊരിക്കലും ട്രാൻസ്ഫറബിൾ അല്ല. वो कभी भी ट्रांसफर होने वाला അത് नहीं है. നഷ്ടപ്പെടുകയില്ല. वो नष्ट नहीं അത് होगा. മടങ്ങി വരാൻ वो പോകുകയാണ്. लौट के आएगा. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേട്ടെ. हर एक जनरेशन के लिए प्रार्थना करें. ഹല്ലേലൂയ. ഇവർ മടങ്ങി വരികയാ. ये लौट के आ रहे हैं. മടങ്ങി വന്നിട്ട് ഇവര് സ്റ്റോറി പറയുക. ये लौट के आके अपनी कहानी बता रहे എന്താ हैं. സ്റ്റോറി പറയുന്നതെന്ന് അറിയാമോ? क्या कहानी ഈ बताते हैं? മടങ്ങിയവരും അത്ര ഈസി അല്ലായിരുന്നു. कि ये लौट के आना उतना आसान नहीं था. പ്രവാസത്തിൽ പോയ ജനം, जो बंधुआई में गया लोग,
അവരുടെ കയ്യിൽ ഒരു ശക്തിയുമില്ല, ഒരു കഴിവുമില്ല. उनके पास कोई शक्ति नहीं, कोई सामर्थ्य नहीं है. രാജ്യം വിട്ടുപോയിട്ട് പതിറ്റാണ്ടുകളായി. कि राज छोड़ के काफी साल हुआ. 70 വർഷത്തിന് ശേഷം മടങ്ങി വന്നാൽ എന്തുകൊണ്ട് കയ്യിൽ ഒന്നുമില്ല? 70 साल के बाद लौट आएगा तो क्या है हाथ में? വീട് പണിയാനോ പറമ്പ് വാങ്ങാനോ ഒന്നും കയ്യിലില്ല. कि घर लेने के लिए, जमीन लेने के लिए कुछ भी नहीं हाथ में. ചോദ്യങ്ങളാ, हजारों सवाल है. എവിടെ പോയി താമസിക്കും? कहाँ जाके रहेगा? എവിടെ ഞങ്ങൾ സെറ്റിൽ ആവേണ്ടത്? कहाँ में हम वास करेगा? ഓ മരുഭൂമിയിൽ ഉഴന്നു നടക്കുകയാ. कि रेगिस्तान में भटक रहा था. അതുകൊണ്ടാണ് 107 സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, इसके लिए 107 में അവർ कहते മരുഭൂമിയിൽ ജനസഞ്ചാരമില്ല ദേശത്ത് ഇല്ലാത്ത ദേശത്ത് ഉഴന്നു നടന്നു. रेगिस्तान में जहाँ कोई नहीं था वहाँ ओलम भटकते रहे. പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. कि रहने के लिए कोई भी शहर उन्हें नहीं मिला. എവിടെ പോകും? कहाँ जाएगा? എവിടെ സെറ്റിൽ ആകും? कहाँ सेटल ഓ, होगा? ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുകയാണല്ലോ എന്റെ ജീവിതം, അല്ലേ? ऐसे भटक रहा है मेरा जीवन. എന്നാൽ അടുത്ത വാക്യങ്ങളിൽ പറയുന്നത്, लेकिन अगले आयत में कहता അവർ है തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. उन्होंने अपने कष्ट परमेश्वर को पुकारा അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. और उन्हें परमेश्वर ने उन्हें छुड़ाया. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. वो जहाँ वास करना है उस शहर की ओर परमेश्वर ने उन्हें अगुवाई दिया. നിനക്ക് അറിയത്തില്ലായിരിക്കാം നിന്റെ ഭാവി എങ്ങനെ സെറ്റിൽ ചെയ്യേണ്ടെന്ന്. तुझे पता नहीं होगा तेरे भविष्य कैसे सेटल If you करना are है. worried about your future, अगर तुझे तेरे भविष्य के बारे में वरी है तो, ഓ നീ കറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയെ अगर പോലെ, तू भटकने वाला एक व्यक्ति है तो, കൺഫ്യൂസ്ഡ് ആയ ഒരു വ്യക്തിയെ പോലെയാണ് ഈ പകൽക്കാലം ഇവിടെ ഇരിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, पवित्र आत्मा तुझसे कहता है കാലുകളെ കർത്താവ് നടത്താൻ പോകുക. कि तेरे पादों को परमेश्वर चलाएगा. നിനക്കറിയത്തില്ല എവിടെയാ സെറ്റിൽ ആകേണ്ടത്. तुझे पता नहीं कहाँ बसना है. പാർപ്പാൻ തക്ക ഒരു പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. वो जहाँ बसना है इसके लिए परमेश्वर ने उन्हें चलाया. എവിടെ കൂടെ നടത്തിയെന്നറിയാമോ? कहाँ से चलाया? മരുഭൂമിയിലൂടെ നടത്തിയത്. रेगिस्तान से चलाया. ഒന്ന് രണ്ട് സെന്റൻസിൽ ഒരു കാര്യം പറയാ. एक दो बात शब्दों में एक बात कहता ഇസ്രായേൽ हूँ. മക്കളെ ദൈവം മരുഭൂമിയിലൂടെയാണ് നടത്തിയത്. इस्राएल के लोगों को परमेश्वर रेगिस्तान से चलाया. മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? रेगिस्तान का अर्थ क्या है? Wilderness, മരുഭൂമി, രേഗിസ്ഥാൻ. रेगिस्तान അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? उसका अर्थ क्या है? Zero possibilities, कि कुछ भी संभव नहीं है. zero resources. कि कुछ भी कोई भी മരുഭൂമിയിൽ श्रोता नहीं എന്തെങ്കിലും है. റിസോഴ്സ് ഉണ്ടോ? क्या रेगिस्तान में कोई श्रोता है? ഹലോ, മരുഭൂമിയിൽ എന്തെങ്കിലും റിസോഴ്സ് ഉണ്ടോ? क्या रेगिस्तान में कोई भी श्रोता Zero है? possibility, कुछ भी संभव नहीं है. zero resources. कोई भी श्रोता नहीं है. പക്ഷെ ദൈവം നടത്തി. आमीन आमीन. लेकिन परमेश्वर ने चलाया. ഹലോ, മരുഭൂമിയിൽ നടത്തിയെന്ന്, पर रेगिस्तान में चलाया. സാധ്യതയില്ലാത്തടത്ത് നടത്തിയെന്ന്, जहाँ कोई संभव नहीं है वहाँ चलाया. റിസോഴ്സസ് ഇല്ലാത്തടത്ത് നടത്തിയെന്ന്. जहाँ कोई श्रोता नहीं है वहाँ चलाया. आमीन. പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, आज जो मुझे सुनने वालों, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, पवित्र आत्मा तुमसे कहता है ഒരു സാധ്യതയുമില്ലാത്തടത്ത്, जहाँ कोई संभव नहीं है, ഒരു റിസോഴ്സും ഇല്ലാത്തടത്ത് जहाँ कोई श्रोता नहीं है, ദൈവം നിങ്ങളെ നടത്താൻ വിശ്വസ്തനാ. आमीन. परमेश्वर तुम्हें चलाने के लिए विश्वास योग्य है. നിങ്ങൾക്ക് അറിയത്തില്ല എവിടെ പോയി പാർക്കേണ്ടതെന്ന്. तुम्हें पता नहीं कहाँ जाके बसना है. You do not know what is your destiny. तुम्हें पता नहीं तुम्हारा डेस्टिनी क्या You है. don't know where you want to go and settle. तुम्हें Hallelujah. पता नहीं कहाँ जाके बसना है. You don't know how to build your future. तुम्हें पता नहीं भविष्य कैसा बनाना है. എന്നാൽ ദൈവം പറയുക, ദൈവാത്മാവ് പറയുക, लेकिन परमेश्वर की आत्मा कहता है മരുഭൂമിയിൽ ഇസ്രായേലിനെ നടത്തിയ कि रेगिस्तान में परमेश्वर ने चलाया. ആ ദൈവം നിങ്ങളെ നടത്താൻ വിശ്വസ്തനാ. कि वो परमेश्वर तुम्हें चलाएगा. ഞാൻ 2 ദിവസം മുമ്പ് ഹോശിയയുടെ പുസ്തകം 12-13 അധ്യായം വായിച്ചു. कि 2 दिन पहले पास मैंने होशिया 11-12 पढ़ा. അതിനകത്ത് അങ്ങനെ ഒരു വാക്യമുണ്ട് പ്രിയമുള്ളവരെ. वहाँ इस प्रकार एक वचन है. 13 അധ്യായത്തിൽ പറയുന്നത്, 13वां आयत में कहता അതിന്റെ है, 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, होशिया 13 का 5 में कहता है, 13-ന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, वहाँ इस प्रकार कहता है, ഒന്ന് വായിച്ചേ. मैंने उस समय तुझ पर मन लगाया जब तुम जंगल में अत्यंत सूखे देश में तुम था, तभी मैंने तुझे तेरे ऊपर मन लगाया. अब बस उधर क्या लिखा है मालूम है? അവിടെ എന്ത് എഴുതിയിരിക്കുന്നത്? ऐसे देश में, ഇതുപോലത്തെ ഒരു ദേശത്ത്, जंगली देश में, कि जंगली ദേശിൽ, जहां कुछ चराई है नहीं है, वैसे देश में, कि ഒന്നുമില്ലാത്ത ദേശത്ത്, മേച്ചിൽ ഇല്ലാത്ത ദേശത്ത്, कि जहाँ कोई हराई नहीं था, ഹല്ലേലൂയ, അവിടെ അവർ മേഞ്ഞ് തൃപ്തരായി. वहाँ वो काके तृप्त हुआ. മേച്ചിൽ ഉണ്ടായിട്ടല്ല, कि खाना है बोल के नहीं, റിസോഴ്സസ് ഉണ്ടായിട്ടല്ല, श्रोता है बोल के नहीं, പോസിബിലിറ്റീസ് ഉണ്ടായിട്ടല്ല, कि कुछ संभव है बोल के नहीं. സീറോ പോസിബിലിറ്റീസ്, वहाँ कुछ भी संभव नहीं है. സീറോ റിസോഴ്സസ്, जीरो रिसोर्सेस. പക്ഷെ തൃപ്തിയായി. लेकिन वो तृप्त हुआ. മണ്ണ കഴിച്ച് തൃപ്തിയായി. वो काके तृप्त हुआ. രാവിലെ ഇത് വായിച്ചു, വൈകിട്ട് സാന്റി എന്നോട് പറയുക,
शाम को सैंडी सिस्टर ने कहा, ഇസ്രായേൽ മക്കളെ ദൈവത്തിന്റെ മരുഭൂമിയിലൂടെ നടത്താൻ പറ്റുമെങ്കിൽ, ഹല്ലേലൂയ, अगर परमेश्वर इस्राएल लोगों को रेगिस्तान से चला सकते हैं तो മരുഭൂമിയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്തൊരു ബുദ്ധിമുട്ടല്ലേ. रेगिस्तान में अगर लाखों को खाना देना कितना मुश्किल है. അവർക്ക് മന്ന വർഷിപ്പിച്ചു കൊടുത്തെങ്കിൽ, अगर उन्हें मन्ना दिया तो നമ്മുടെയൊക്കെ വിഷയത്തിൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കും. हमारे विषय में परमेश्वर कितना चमत्कार कर सकते हैं. आमीन. ദൈവവൈതലേ, in wilderness रेगिस्तान में where there is no possibility, जहाँ कोई संभव नहीं है, where there is no resources, जहाँ कोई श्रोता नहीं है, hallelujah, അവിടെ ദൈവം മേച്ചിൽ ഇല്ലാത്തടത്ത് जहाँ घास फूस नहीं था वहाँ അവർ മേഞ്ഞ് തൃപ്തരായി. वो काके तृप्त हुआ. അങ്ങനെയാണെങ്കിൽ നിന്നെ നടത്തത്തില്ലേ? अगर ऐसे है तो क्या तुझे नहीं चलाएगा? അപ്പൊ ഞാൻ പറഞ്ഞു, तो मैंने कहा നമ്മൾ ഇത്ര നാൾ ഇസ്രായേൽ മക്കൾ കഴിച്ച കാര്യമേ പറഞ്ഞുള്ളൂ. आज तक हमने इस्राएल के लोग खाया वो कहा. പക്ഷെ അവരുടെ ആടുമാടുകളും കഴിച്ചു, आमीन आमीन. लेकिन उनके बोलते ना भेड़ बकरी भी അവരുടെ खाया, പശുക്കളും കഴിച്ചെന്ന്. उनके गाय भी खाया. അവരുടെ പശുക്കൾ മന്നയാണോ കഴിച്ചത് क्या എനിക്കറിയില്ല. क्या उनके भेड़ बकरी मन्ना അത് खाया? വേദോസത്തിൽ എഴുതിയിട്ടില്ല കേട്ടോ. वो वचन में लिखा नहीं है മരുഭൂമിയിൽ സീറോ റിസോഴ്സസ് ആ. कि रेगिस्तान में कोई संभव नहीं പക്ഷെ है. ഇസ്രായേൽ മക്കളുടെ ആടുമാടുകൾ മേഞ്ഞ് തൃപ്തരായി. लेकिन इस्राएल के लोग के भेड़ और बकरी खा के तृप्त हुआ. ദൈവ പൈതലേ, परमेश्वर के बच्चों, നീ മരുഭൂമി യാത്ര നടത്തുമ്പോൾ, जब तू रेगिस्तान से सफर when करता है, you walk through the wilderness, जब तू रेगिस्तान से गुजरता है, there may be zero resources, वहाँ कोई भी श्रोता नहीं there may होगा, be no possibilities, वहाँ कोई संभव but नहीं होगा. God, He is faithful. लेकिन परमेश्वर विश्वास योग्य है. Oh hallelujah, आपको मुझको चलाने के लिए परमेश्वर विश्वास योग्य है. അവർ മരുഭൂമിയിൽ ഉഴന്നു നടക്കുകയാ. वो रेगिस्तान में भटक रहा है. പക്ഷെ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ദൈവം അവരെ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, അവരെ ചൊവ്വേ ഉള്ള വഴിയിൽ നടത്തി. कि वो भटक रहा था, लेकिन वो जहाँ बसना था इसके लिए परमेश्वर ने उन्हें सीधी रास्ते से സഹോദരി, चलाया. നിനക്കറിയത്തില്ല നിന്റെ ഫ്യൂച്ചർ എങ്ങനെ റെഡിയാകുമെന്ന്. कि बहन तुझे पता नहीं तेरा भविष्य कैसा बनेगा. പക്ഷെ പരിശുദ്ധാത്മ ഈ പകൽക്കാലം പറയുക, लेकिन पवित्र आत्मा आज के दिन कहता है, if you are ready to cry out for his mercy, अगर तू उसके दया की ओर पुकारेगा, he is going to lead your path. वो hallelujah. तेरे मार्ग पर चलाएगा. ഓ, നിന്റെ കാലുകളെ അവൻ നയിക്കാൻ പോകുക. तेरे कदमों को वो चलाएगा. സഹി ഡെസ്റ്റിനേഷനിൽ നിന്നെ എത്തിക്കാൻ പോകുക. सही जगह पे तुझे पहुंचाएगा. ജീവിതത്തെ ഉറപ്പാക്കാൻ പോകുക. तेरे जीवन को स्थिर करेगा. दलदल का जगह में नहीं है, कि ഹല്ലേലൂയ, കീച്ചടിലല്ല, ഹല്ലേലൂയ, कीचड़ में नहीं, ഹല്ലേലൂയ, ഉറപ്പുള്ള പാറമേൽ ദൈവം നിന്നെ നിർത്താൻ പോകുക. कि पक्का पत्थर पे परमेश्वर तुझे നിന്റെ चट्टान पे खड़ा ഗമനത്തെ करेगा. ഇന്നു മുതൽ എന്തെങ്കിലും സ്ഥിരമാക്കാൻ പോകുക. तेरे चाल को आज से हालेलुया हमेशा के लिए उन्होंने दृढ़ बनाने वाला है, स्थिर करने वाला परमेश्वर है. चट्टान के ऊपर तुझे खड़ा करवाने वाला है. നിന്നെ പാറമേൽ നിർത്തുന്ന ദൈവം. ആമേൻ हालेलुया. ഹല്ലേലൂയ. इस भजन में काफी स्टोरीज हम देख पाओगे. ഇതിനകത്ത് നമ്മൾ ഒത്തിരി കഥകൾ കാണാം. इसके आगे क्या लिखा है मालूम है? അതിന്റെ മുന്നോട്ട് എന്ത് എഴുതിയിരിക്കുന്നത്? They were sick. അവർ ബിമാർ थे, അസുഖം പിടിച്ചു. രോഗം പിടിച്ചു. ഒരു ഭക്ഷണത്തോട് രുചിയില്ല. कोई भी खाने में टेस्ट नहीं था. അവൻ തന്റെ വചനം അയച്ചു, उसने अपना वचन भेजा അവരെ സൗഖ്യമാക്കി. और चंगा किया. രണ്ടാമത്തെ സ്റ്റോറിയാ. दूसरी कहानी है. എന്താ സ്റ്റോറി എന്നറിയാമോ? क्या है कहानी? വചനം അയച്ചെന്നെ സൗഖ്യമാക്കി. कि वचन भेज के मुझे चंगा किया. ഞാൻ രോഗിയായിരുന്നു, मैं बीमार था, അവന്റെ വചനം അയച്ചെന്നെ സൗഖ്യമാക്കി. और वचन भेज के मुझे चंगा किया. ഈ സ്റ്റോറി ഉണ്ട് കേട്ടോ. और भी कहानी है ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നതാ. कि सलिया से मुझे बंधा പക്ഷെ हुआ എന്റെ था, ചങ്ങലകളെ അവൻ അഴിച്ചു. लेकिन मेरे बंधनों को എന്റെ से खोला. ബന്ധനങ്ങളെ അവൻ അഴിച്ചു. मेरे बंधनों को खोला. ഇനി ഈ സ്റ്റോറി ഉണ്ട് കേട്ടോ. और भी स्टोरी है. കടലിലൂടെ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ जब जहाज पे समुद्र से यात्रा करता था, യശയ്യാവ് 60 പറയുന്നുണ്ട്, एशिया 60 में कहता है തർസീസ് കപ്പലുകളിൽ അവർ വരുമെന്ന്. कि ഹല്ലേലൂയ. तर्शीश के जो जहाज में वो आते थे, ആ വരുന്ന വഴിക്ക് वो आने वाले रास्ते में കാറ്റാഞ്ഞടിക്കുകയാ, कि तूफान आ रहा है, തിരമാല ഉയരുകയാ, कि तूफान उठ रहे हैं, കപ്പലിനെ ആകാശത്തിലേക്ക് എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുക. कि जहाज को आकाश में फेंक रहे हैं. ഈ ജനം ഓർത്തു ഞങ്ങളുടെ കപ്പൽ തകർന്നു പോകും, और उन्हें लगा कि हमारा जहाज डूब जाएगा, ഞങ്ങൾ മുങ്ങി നശിക്കും. हम डूब के नाश हो जाएगा. കുട്ടിയുടെ സങ്കീർത്തനക്കാരൻ പറയുക, वहाँ भजन संहिता में कहता है കപ്പൽ മത്തനെ പോലെ ചാഞ്ചാടുമ്പോൾ, कि जब जहाज ऊपर नीचे होता था, അതിനെ എടുത്ത് എറിയുന്നത് പോലെ എറിയുമ്പോൾ, जब उसे उठा के फेंकता था जहाज को, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. उन्होंने अपने कष्ट परमेश्वर को पुकारा.
അവൻ സമുദ്രത്തെ അതിന്റെ അലർച്ചയെ അതിന്റെ തിരമാലകളെ അവൻ അടക്കം ചെയ്തു. उस समुद्र को, उस तूफान को, उस आंधी को, उस लहरों को उसने रोका. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. जब शांति आया तो वो आनंदित हुआ. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. कि उन्होंने परमेश्वर ने किए हुए कार्यों को, उसकी Let भलाइयों को them गा-गा के share स्तुति किया. their stories. कि वो अपनी कहानी को बताए. സൗഖ്യമാക്കിയിട്ടുണ്ടോ? क्या चंगाई दिया है Proclaim it. तो उसे बताओ. Declare it. उसे बताओ. Speak out. उसे Speak बोलो. out. Speak out. उसे बोलो. കഹാനി बताओ. നിങ്ങൾ കഥ പറ. നിങ്ങളുടെ ജീവിതത്തെ സെറ്റിൽ ആക്കിയിട്ടുണ്ടല്ലേ? अगर तुम्हारा जीवन को अगर बसाया है. കഴിഞ്ഞ ദിവസം സാന്റി എന്നോട് ചോദിച്ചു, पिछले दिनों में सैंडी सिस्टर ने पूछा നമ്മൾ എങ്ങനെയാ വീട് വാങ്ങിച്ചത്? हमने कैसा घर लिया. അപ്പൊ ഞാൻ പറഞ്ഞു അതിനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ലായിരുന്നു. ഞാൻ ബുദ്ധിപൂർവ്വം ചെയ്തെന്ന് പറയാനൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. कि मैंने कहा मुझे उसके लिए बुद्धि नहीं था. അങ്ങനെയുള്ള ബുദ്ധിയൊന്നും ഇല്ലായിരുന്നു പ്രിയമുള്ളവരെ. वैसा बुद्धि नहीं था. പക്ഷെ കാലുകളെ കർത്താവ് ക്രമീകരിച്ചു. लेकिन कदमों को परमेश्वर ने चलाया. നിന്റെ ഭാവിയെ കർത്താവ് ഒരുക്കുന്നത് കേട്ടോ. तेरे भविष्य को परमेश्वर बनाता है. നമ്മുടെ ബുദ്ധി കൊണ്ട് ഒന്നും നടക്കത്തില്ലെന്നേ. हमारे बुद्धि से नहीं ഇപ്പൊ होगा. കാലം പറഞ്ഞിട്ട് ദൈവം എനിക്കൊരു സ്റ്റോറി തരാൻ പോകുകയാ. मैं आज मुंह खोल के बोला परमेश्वर मुझे एक कहानी देने वाला है. ബുദ്ധിപൂർവ്വം ചെയ്തു എന്ന സ്റ്റോറി അല്ല. मैंने बुद्धि से किया बोल के वो कहानी But नहीं. God did a miracle for me. लेकिन परमेश्वर ने एक चमत्कार किया. ये कहानी Hallelujah. Your success story आपकी कामयाबी की is not the कहानी. story of your ability. वो तुम्हारी योग्यता की कहानी Your नहीं success है. story आपकी जो कामयाबी की is a कहानी miracle performed by God. अभी वो Hallelujah. एक चमत्कार Can somebody परमेश्वर say? ने किया हुआ कहानी है. എന്റെ വിജയ കഥ मेरी जो कामयाबी की എന്റെ कहानी, ബുദ്ധിയുടെ കഥയല്ല, मेरी बुद्धि की എന്റെ कहानी नहीं കഴിവിന്റെ है. കഥയല്ല, എന്റെ വിജയ കഥ मेरा विजय नहीं है. ഞാൻ ഇട്ടിട്ട് പോയ മൊട്ടയിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സൂര്യ തേജസ് ഇറങ്ങി. मैंने छोड़ के गया वो बैदे पे परमेश्वर का तेजस उतरा. ഷാനരാംധന ആദൽ പത്തന my success story मेरी कामयाबी की is the कहानी story of a miracle. वो एक चमत्कार की कहानी It's the है. story of a miracle. एक चमत्कार की कहानी. I'm going to share that story. और मैं उस कहानी को बांटने वाला हूँ. Come on, people of God. कि परमेश्वर के बच्चों, We are going to pray together. हम साथ में प्रार्थना करने वाले हैं. Hallelujah. So ചങ്ങലകളെ അഴിച്ചു, कि बंधनों को खोला, സൗഖ്യമാക്കി, चंगाई दिया, പാർപ്പാൻ തക്ക പട്ടണത്തിൽ കൊണ്ടുപോയി, कि बसने के लिए शहर में ले गया. സമുദ്രത്തിൽ തിരകൾ ഉയർന്നപ്പോൾ ശാന്തമാക്കി. जब समुद्र में लहरें उठा तो शांत किया. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റോറി നിനക്കുമുണ്ട് കേട്ടോ. इसमें से कोई तो कहानी तुझ में भी है. നിന്റെ ജീവിത പടകിന് നേരെ ഒത്തിരി തിരകൾ വരുന്നുണ്ടോ? तेरे जीवन के जहाज में बहुत सारे लहरें आते होंगे. आपका जहाज का विरुद्ध में काफी लहरों उठ रहे. നിന്റെ പടകിന്റെ മേൽ ഒത്തിരി തിരമാലകൾ उन्होंने വരുന്നുണ്ട്. लहरों को शांत करने वाला है. ആ തിരമാലകളെ ശാന്തമാക്കും. उन्होंने लहरों को शांत करने वाला ആ है. തിരമാലകളെ ശാന്തമാക്കും. क्या कुछ तरह का बीमारी आपके शरीर में है? कि എന്തെങ്കിലും അസ്വസ്ഥന്റെ He is ready to send His word and heal you. അവൻ അവന്റെ വചനം അയച്ച് He is സൗഖ്യമാക്കും. ready to send His word and heal you. वो अपने वचन भेज के तुझे चंगा करेगा. Are you a binded person? अगर तू बंधा हुआ व्यक्ति है, He is ready to break your shackles. वो तेरे जंजीरों को तोड़ देगा. He is ready to break your shackles. वो तेरी जंजीरों को तोड़ेगा. Oh hallelujah. कितना लोग प्रार्थना करेगा? कितने बार प्रार्थना. And how many of you will say, Lord, He is going to settle my future? परमेश्वर मेरे भविष्य I को do सेट not करेगा. know where to keep my next step. मुझे Hallelujah. पता नहीं दूसरा कदम कहाँ रखना I do है. not know, hallelujah, how to plan my future. मुझे पता नहीं मेरा भविष्य कैसे बनाना I है. do not know how to plan my family. मुझे पता नहीं मेरे कुटुंब को But कैसे God, He is बनाना going है. to guide my life. लेकिन परमेश्वर मुझे He is अगुवाई going to देगा. bring back me वो मुझे लौटा के लाएगा. into my blessings. वो मेरे आशीष में प्रभु मुझे ले आएगा. From exile, बंधुआई से, പ്രവാസത്തിൽ നിന്ന് बंधुआई से അവകാശത്തിലേക്ക്. हक की ओर. എല്ലാവരും പറഞ്ഞേ, പ്രവാസത്തിൽ നിന്ന് हर एक എന്റെ അവകാശത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ यीशु के नाम से ഞാൻ മടങ്ങി വരാൻ പോകുകയാ. लौट के आने वाला हो. Shall we all stand in the presence of God? हर एक जन खड़े हो जाइए. We are going to worship together. हम साथ में गीत गाने हम साथ वाले में गीत गाकर तालियां बजाकर आराधना करने वाला है. There is a story. एक कामयाबी की कहानी. There is a story in making. एक कहानी है बनाने में. If you are facing some obstacles in your life, अगर आप कोई समस्याओं का सामना कर रहे जीवन में, if you are feeling nothing is happening in your life, अगर आपको लगता है कुछ भी नहीं हो रहा जीवन में, if you are feeling that you are stumbled somewhere, आपको इस प्रकार लगता है आप किधर लटका रहा है, there is a
story in making. Hallelujah. एक कहानी है बनाने में. परमेश्वर कहानी बना रहे. ദൈവം ഒരു കഥ ഉണ്ടാക്കുക. If you're sick, hallelujah. अगर तुम बीमार है, can somebody say? क्या मुंह खोल के कह सकते कोई? A story is in making. कि मेरे में एक कहानी बना रहे. आमेन. Yes Lord. If the waves are coming against you, लहरें मेरे विरुद्ध आ रहे हैं. say, बोलो. it's a story in making. एक कहानी बना रहा है. If you're confused, अगर तुम कंफ्यूज हो, say, बोलो. it's a story in making. एक कहानी बना रहे प्रभु. One day I'm going to share it. वो एक दिन मैं उसे बताऊंगा. मेरा मरकल का कहानी. എന്റെ അത്ഭുതത്തിന്റെ കഥ. परमेश्वर ने मेरा जीवन में किया अद्भुत कामों का कहानी. ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളുടെ കഥ. एक दिन मैं बोलने वाला है. ഞാൻ ഒരു ദിവസം പറയും. मेरा हक में प्रभु मुझे वापस लाने वाला है. എന്റെ അവകാശത്തിൽ ദൈവം എന്നെ മടക്കി കൊണ്ടുവരും. ആമേൻ. हो गया अवस्थाओं को प्रभु बदलने वाला है. कि ചെതറിപ്പോയ അവസ്ഥകളെ ദൈവം മാറ്റും. Everybody pray. എല്ലാരും പ്രാർത്ഥിക്കുക. Everybody pray. हर एक जन प्रार्थना करे. But there is one condition. उसमें एक कंडीशन है. There is one condition. एक कंडीशन है. ये ऐसे ही होने वाला नहीं है. ये ഇത് വെറുതെ ആവത്തില്ല. You know what is the condition? कंडीशन क्या है? That is the principle, kingdom principle. वो स्वर्गराज का व्यवस्था है. You have to cry out for His mercy. कि आपको उसकी दया के लिए पुकारना है, रोना है. കഷ്ടതയിൽ യഹോവയുടെ നിലവിളിച്ചു. उन्होंने अपने कष्ट परमेश्वर को पुकारा. आमेन. That's the kingdom principle. That's the kingdom principle. वो परमेश्वर का राज की If you're व्यवस्था है. lacking something in your life, अगर आपके जीवन में कुछ है, do not think that that will happen automatically. आपको इस प्रकार नहीं लग रहा अपने आप होगा. But when you ask, जब तुम पुकारेगा, when you cry out, जब तुम रोएगा, उन्होंने उसका हाथ को बढ़ाने वाला है. അവൻ അവന്റെ കരങ്ങളെ നീട്ടും. आपको छूने वाला है. നിങ്ങളെ സ്പർശിക്കും. रास्ता दिखाने वाला है. വഴി കാണിച്ചു തരും. ആമേൻ. पेश कर जगाई देने वाला है. कि നമുക്ക് സൗഖ്യം തരും. बंधनों को खोलने वाला है. कि ബന്ധനങ്ങളെ हर मंडली में जीत देने वाला है. എല്ലാ മണ്ഡലങ്ങളിലും ജയം നൽകും. समुद्र को शांत करने वाला है. कि സമുദ്രത്തിനെ ശാന്തമാക്കും. समुद्र को शांत करने वाला है. സമുദ്രത്തിനെ ശാന്തമാക്കും. I pray मैं प्रार्थना करता हूँ peace to be established कि शांति स्थापित हो. in each and every household of our church. कि हर एक कुटुंब में हमारे कलीसिया के. I pray मैं प्रार्थना करता हूँ peace to be established कि शांति को in स्थापित each हो. and every individual of our church. हमारे कलीसिया के हर एक सदस्य पे शांति होने के लिए, സമാധാനത്തിന് വേണ്ടി. you know, wherever जहाँ भी- Jesus sent His disciples, कि जहाँ भी यीशु ने अपने चेलों को भेजा, He said, उसने कहा पहले क्या बोलना है? ആദ്യം എന്ത് പറയണം? इस घर के लिए शांति हो. ഈ ഭവനത്തിൽ ശാന്തി ആവട്ടെ. I should be the first sentence. वो पहला होना चाहिए. When you declare peace, जब तुम शांति उस कहता घर है, के अंदर शांति होने वाला है. आमीन आमीन, उस घर में शांति होने वाला है. जो पड़ोस में खड़ा है उसका हाथ पकड़ो. ये അടുത്തിരിക്കുന്നവർ കാര്യങ്ങളെ പിടിക്കുക. One second, we are going to pray together. और एक बार हम प्रार्थना करने वाले साथ में हर परिवार में शांति होने के लिए, कि എല്ലാ കുടുംബത്തിലും സമാധാനം വരണം. ആമേൻ. हर जीवन में शांति होने के लिए. എല്ലാ ജീവിതത്തിലും സമാധാനം Lord, we വരണം. pray together. परमेश्वर हम साथ में प्रार्थना करते Lord, we हैं. call peace in each and every household of our church. प्रभु हम अपने कलीसिया के हर एक घर में शांति बुलाते हैं. Every individual in this worship service, हर एक व्यक्तिगत रूप में हर एक व्यक्ति के जीवन में in शांति their लाते हैं. life, in their life, उनके जीवन में, in their workplace, उनके काम की जगह पे, wherever, हर एक जगह पे, hallelujah, wherever, जहाँ भी आप यो तूफान और उसका विरुद्ध में निर्माण उस लहरों को हम शांत कर रहे हैं. शांति उस लहरों को हम शांत कर रहे हैं. शांतमाकुंदो. Let there be peace. वहाँ शांति Let होने there दे. be peace. वहाँ शांति आने दे. Let there be peace. वहाँ शांति आने दे. Receive that anointing.